മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും ഒക്കെ കാണിക്കുന്നവരെ നീ ഒരു കഴുത തന്നെ എന്നൊക്കെ പറയാറില്ലേ? അതായത് കഴുത എന്നാൽ മണ്ടൻ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരിവേഷം കഴുതയ്ക്ക് വന്നതെന്ന് ഒരു ഐഡിയയുമില്ല. കാരണം കഴുതകൾക്ക് എത്ര ദൂരം വരെ സഞ്ചരിക്കാനും പ്രയാസമുള്ള വഴികളിലൂടെ പോകാനും അതേ വഴി തിരിച്ചു വരാനും ഒക്കെ കഴിവുള്ളൊരു മൃഗമാണ്. വളരെ ഉപകാരമുള്ളൊരു വളർത്തുമൃഗം കൂടിയാണ് ഈ കഴുതകൾ. ചരിത്രരേഖകളിലും കഴുതകളുടെ സാന്നിധ്യം പറയുന്നുണ്ട്. യേശുവിന്റെ ജനനം മുതൽ ജെറുസലേം യാത്രയിൽ വരെ കഴുതകളുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് കഴുതകളുടെ ഗുണങ്ങളെക്കുറിച്ചാണ്. കേവലം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, കഴുതയുടെ പാലിനുമുണ്ട് ഒരുപാട് ഗുണങ്ങൾ. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആന്റി മൈക്രോബിയൽ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് കഴുതപ്പാൽ പ്രശസ്തി നേടിയത്. പാസ്ചറൈസ് ചെയ്ത കഴുതപ്പാൽ കുടിക്കുന്നത് സുരക്ഷിതമാണെങ്കിലും ഇന്ത്യയിൽ ഇതിന്റെ ലഭ്യത വളരെ കുറവാണ്. കൊഴുപ്പ് വളരെ കുറഞ്ഞ ഇവയിൽ എളുപ്പത്തിൽ ദഹിക്കുന്ന പ്രോട്ടീനുകൾ, ആവശ്യമായ അമിനോ ആസിഡുകൾ, ഗുണകരമായ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, ഡി, ഇ തുടങ്ങിയവയും ഇതിൽ നിറയെയുണ്ട്. കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയവയും കഴുതപ്പാലിലെ പ്രധാനപ്പെട്ട പോഷകങ്ങളാണ്. ഇനി ലാക്ടോസ് കൂടുതലും കൊഴുപ്പ് കുറഞ്ഞതുമായ മനുഷ്യരുടെ പാലിന് സമാനമായ ഘടന തന്നെയാണ് ഈ കഴുതപ്പാലിനും ഉള്ളത്. അസംസ്കൃതവും പാസ്ചറൈസ് ചെയ്യാത്തതുമായ കഴുതപ്പാൽ കുടിക്കുന്നത് പക്ഷേ നല്ലതല്ല. ഇത് അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ഈ പാല് നൽകുന്നത് ഗുണത്തിനേക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കഴുതപ്പാലിന് പണ്ടേ പ്രശസ്തി വളരെ കൂടുതലാണ്. റോമാക്കാർ തങ്ങളുടെ സൗന്ദര്യ പരിചരണത്തിനായി ഉപയോഗിച്ചിരുന്നത് കഴുതപ്പാലായിരുന്നു അത്രേ. പണക്കാർ ദിവസവും കുടിക്കാനും പാവപ്പെട്ടവർ അസുഖങ്ങൾ ഭേദമാക്കാനുമാണ് കഴുതപ്പാൽ ഉപയോഗിച്ചിരുന്നത്. ഈജിപ്ത് രാജ്ഞിയായ ക്ലിയോപാട്ര തന്റെ യൗവനം നിലനിർത്താൻ കഴുതകളുടെ പാലിലാണ് ദിവസവും കുളിക്കാറുള്ളതെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബാബ രാംദേവ് കഴുതപ്പാൽ കറന്ന് കുടിച്ചുകൊണ്ട് പറഞ്ഞത്. ആരോഗ്യപരമായ ഗുണങ്ങൾക്കും ചരിത്ര പ്രാധാന്യത്തിനും പേരുകേട്ട കഴുതപ്പാലിനി ഇന്ത്യൻ വിപണിയിലും സജീവമാകാൻ പോവുകയാണ്. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി കഴുതപ്പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കഴുതകളുടെ ഇനം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു. ഈ സംരംഭത്തിന് ആഗോള കഴുതപ്പാൽ വ്യവസായത്തിൽ ഇന്ത്യ ഒരു പ്രധാന പങ്കായി സ്ഥാനപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.